ദിവ്യകാരുണ്യത്തെ പോലെ മഹത്തായ ദാനങ്ങൾ വേറെ ഒന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ദൈവം നമുക്ക് അത് തരുമായിരുന്നില്ലേ? ചോദിക്കുന്നത് വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളനാണ്. എൻ്റെ പേര് റോബിൻ കാരിക്കാട്ട്. ദിവ്യകാരുണ്യ മിഷണറി സഭയിലെ അംഗമാണ്. വൈദികനായിട്ട് 12 വർഷങ്ങളായി. മാനന്തവാടി രൂപതയിലെ പോരൂര് ഇടവകാംഗമാണ്. എൻ്റെ വീട്ടിൽ പപ്പയും മമ്മിയും എനിക്കൊരു അനുജനും അനുജൻ്റെ പിള്ളേരും കുടുംബമാണ് ഉള്ളത്. വിശുദ്ധ കുർബാനയെ എനിക്കൊത്തിരി ഇഷ്ടമാണ്. അത് ദൈവം എൻ്റെ ഹൃദയത്തിൽ എനിക്ക് തന്നതാണ്. ഞാൻ ഓർക്കുകയാണ്, മാനന്തവാടി രൂപതയിൽ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ എന്നോട് അച്ഛൻ ചോദിച്ചു, എന്താ MCBS സഭയിൽ പോകുന്നത്? അപ്പോൾ അതിന് ഞാൻ മറുപടിയായിട്ട് പറഞ്ഞത്, എനിക്ക് വിശുദ്ധ കുർബാനയെ ഭയങ്കര ഇഷ്ടമാണ് എന്നാണ്. ഈശോ എൻ്റെ ആ മറുപടി കേട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. 2002 സെമിനാരിയിൽ ചേർന്ന് കഴിഞ്ഞ് ആദ്യമായിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ അൾത്താര ബാലനായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. ആ കുർബാനയിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ആത്മീയ പിതാവായ ജോസച്ചിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, അച്ഛാ, എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് കൂടിക്കോട്ടെ? 70ഓളം സെമിനാരി വിദ്യാർത്ഥികളുള്ള സ്ഥലമാണ്. അപ്പോൾ അച്ഛൻ എന്നെ ഒരു ചിരിയോടെ എന്നെ പറഞ്ഞയച്ചത് ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൽ വലിയൊരു കരുത്തായിട്ട് മാറിയത് ദിവ്യകാരുണ്യ മിഷണറി സഭയിൽ ഞാൻ ചേർന്നതിന് ശേഷമാണ്. ഒത്തിരിയേറെ വിശുദ്ധ കുർബാന സ്നേഹിക്കുന്ന പുണ്യപ്പെട്ട വൈദികരെ കാണാനായിട്ട് എനിക്ക് സാധിച്ചു. വിശുദ്ധ കുർബാനയുടെ മുൻപിൽ അഭയം പ്രാപിക്കുന്നവരെയും വിശുദ്ധ കുർബാനയിലിരുന്ന് ശക്തി പ്രാപിക്കുന്നവരെയും ഞാൻ കണ്ടു. അതുപോലെ ഒത്തിരിയേറെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ദിവ്യകാരുണ്യ ഈശോയോടുള്ള എൻ്റെ സ്നേഹം വർദ്ധിക്കാനായിട്ട് ഇടയായി. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ഒരു വ്യക്തി ഞങ്ങളുടെ സെമിനാരിയിൽ ഒരു 9:45 കടന്നു വന്നു. എന്നിട്ട് ചോദിച്ചു, എനിക്ക് വേണ്ടി ഒരു കുർബാന ചൊല്ലിത്തരുമോ? കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിന് കിടന്നിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന ആളാണ്. പക്ഷെ അന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചില്ല. ഇങ്ങനെ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നവർ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതമായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ കർണാടകയിലുള്ള ആഗുംബയിൽ ബ്രദേഴ്സിൻ്റെ രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ട് അവരോടൊപ്പം താമസിക്കുകയാണ്. ഏകദേശം 40 ദിവസങ്ങളാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി പ്രാർത്ഥനയായിട്ട് ജീവിക്കുന്നൊരു സമയം. അപ്പോൾ ഒരു കുടുംബം പാണത്തൂരിൽ നിന്ന് അവരുടെ മകനെ കാണാൻ വേണ്ടിയിട്ട് ബെൽഗാം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവരിങ്ങനെ പ്രാർത്ഥിച്ചു വരുവാണ്, ഇന്ന് കുർബാനയ്ക്ക് കൂടണം. എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ അവർ പ്രാർത്ഥിച്ചു, ഇന്ന് കുർബാനയിൽ ഒന്ന് പങ്കെടുക്കാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ. അപ്പോൾ അവർ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ മുൻപിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ആശ്രമമാണെന്ന് മനസ്സിലായി. കുരിശുണ്ട്, കന്നഡയിലാണ് അതിൻ്റെ ബോർഡൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. എന്നിട്ടും അവർ ആ ദേവാലയത്തിലേക്ക് കടന്നു പോകുന്നു. അപ്പോൾ ഞങ്ങൾ കുർബാന ചൊല്ലാൻ വേണ്ടി പോകാൻ തുടങ്ങുന്ന സമയമാണ്. ആ സമയത്താണ് അവരവിടെ വന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കുർബാനയെ സ്നേഹിക്കുന്നവരെ കർത്താവ് സ്നേഹിക്കുന്നു. കുർബാനയ്ക്കായിട്ട് ദാഹിക്കുന്നവർക്ക് കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ഈശോ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുമെന്ന വലിയ സത്യം ഞാൻ ഓർക്കുകയാണ്. ഒരിക്കൽ ഇതേ സ്ഥലത്ത് കുറേ പേര് ഒരു ടൂറുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. ഒത്തിരി മഴ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ആഗുംബ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവരും ഇതേപോലെ ഒരു ദിവസം ഒരു പെൺകൊച്ച് ഒരു സൈക്കിളൊക്കെ എടുത്തിട്ട് ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവർ താമസിക്കുന്ന സ്ഥലത്ത് ആ സ്ഥലം നോക്കുന്ന വ്യക്തിയുടെ സൈക്കിളാണ്. അത് ഓടിച്ച് ആ വനത്തിലൂടെ വന്നിരിക്കുകയാണ്. ഒരു കുർബാനയിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ആ കുഞ്ഞും അവിടെ വന്ന്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കുർബാനയെ സ്നേഹിക്കുന്നവരെ കർത്താവ് സ്നേഹിക്കുന്നുണ്ട് എന്നൊരു വലിയ സത്യം ഞാൻ അവിടെ തിരിച്ചറിയുകയാണ്. വീണ്ടും ഈ കുർബാനയോടുള്ള അടുപ്പവും സ്നേഹവുമൊക്കെ എൻ്റെ ജീവിതത്തിൽ വർദ്ധിക്കാനായിട്ട് ഒത്തിരി പേരുടെ വ്യക്തിപരമായ അനുഭവങ്ങളും സഹായിച്ചിട്ടുണ്ട്. ഞാനൊരിക്കൽ വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി ഇങ്ങനെ വായിക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പുസ്തകമാണ് വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി. ഈ ഡയറി ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ അവളിങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്, രാത്രി മുഴുവൻ അവൾ കരഞ്ഞ്
കണ്ണീര് കൊണ്ട് തലയണ നനച്ചു എന്നാണ് അവൾ അതിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണമായിട്ട് വിശുദ്ധ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവളൊരു സ്വപ്നം കണ്ടു, നാളെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് നാളെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് അവൾ കണ്ണീര് കൊണ്ട് കിടക്ക നനച്ചത് എന്ന് തൻ്റെ ഡയറിയിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. വിശുദ്ധ കുർബാനയെ സ്നേഹിച്ചവരുടെ കല്ലറകൾ സന്ദർശിക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ കോലുവള്ളിയിൽ ഒരു മരണച്ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. തലശ്ശേരി അതിരൂപതയിലെ ഒരു സ്ഥലമാണ് കോലുവള്ളി ഇടവക. ആ ഇടവകയിൽ 33 വയസ്സുകാരിയ ലിൻഡാമോൾ, അവൾ ക്യാൻസർ വന്ന് മരിച്ചതാണ്. അവളുടെ മരണച്ചടങ്ങിലാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ ആ മരണച്ചടങ്ങിൽ അനുശോചന സന്ദേശം പറഞ്ഞത് ബഹുമാനപ്പെട്ട കായമാക്കലച്ചനാണ്. അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചിട്ട് 50 വർഷങ്ങളായി. അദ്ദേഹം പറയുകയാണ്, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ 50 വർഷത്തിൻ്റെ ഈ കാലയളവിൽ വിശുദ്ധ കുർബാനയെ ഇത്രമാത്രം സ്നേഹിച്ച ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ കുട്ടിയുടെ കല്ലറ സന്ദർശിച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാനയെ സ്നേഹിച്ചവരുടെ കല്ലറകൾ സന്ദർശിക്കുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് മാറുകയാണ്, വലിയൊരു ശക്തിയാണ്. എപ്പോഴൊക്കെ ഞാൻ എറണാകുളത്ത് പോകുന്നുണ്ടോ അപ്പോഴൊക്കെ ഞാൻ തൈക്കുടത്ത് പോകും. അവിടെ വിശുദ്ധ റാഫേലിൻ്റെ ദേവാലയത്തിൽ സന്ദർശിക്കും. അവിടെയാണ് അജന ജോർജിനെ അടക്കിയിരിക്കുന്നത്. അവളുടെ കല്ലറയിൽ ഞാൻ പോകാറുണ്ട്. കാരണം വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നവരുടെ കബറിടത്തിന്, കല്ലറയ്ക്ക് വലിയൊരു കരുത്താണ്. അതുപോലെ എൻ്റെ ഇടവക ദേവാലയത്തിൽ ഞാൻ പോകുമ്പോഴും അനുദിന വിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുന്നവരുടെ അവരെ അടക്കിയിരിക്കുന്ന സ്ഥലം സന്ദർശിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നവരെ കർത്താവ് സ്നേഹിക്കുന്നത് പോലെ വിശുദ്ധ കുർബാനയെ സ്നേഹിച്ചവരുടെ കബറിടത്തിന് പോലും ഒത്തിരിയേറെ കഥകൾ പറയാനുണ്ട്. ഒത്തിരിയേറെ ശക്തി നമുക്ക് പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കും. വിശുദ്ധ അൽഫോൻസാമയുടെ അടക്കിയിരിക്കുന്ന ഭരണജ്ഞാനമാണല്ലോ. അവൾ ഈ സഹനത്തിൻ്റെ സമയത്തും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് വരുമായിരുന്നു. അപ്പോൾ അവളുടെ സഹോദരിമാർ അൽഫോൻസാമയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഇത്രയും സഹിച്ച് ഈ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് വരുന്നത്? അപ്പോൾ അവൾ പറയും, വിശുദ്ധ കുർബാനയുടെ മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ എൻ്റെ സഹനങ്ങളൊക്കെ നിസാരമാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന സ്നേഹിച്ചവരുടെ കല്ലറകൾ പോലും കൃപയൊഴുകുന്ന ഇടമാണ്. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ദിവ്യകാരുണ്യ മിഷണറി സഭയിൽ അംഗമായതിനു ശേഷം എൻ്റെ ജീവിതത്തിലുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത്, വിശുദ്ധ കുർബാന എവിടെയൊക്കെ അപമാനിക്കപ്പെടുന്നുണ്ടോ അപ്പോൾ അതിനൊക്കെ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കേണ്ടത് ഞങ്ങളാണ് എന്നൊരു വലിയൊരു ബോധ്യം എൻ്റെ ജീവിതത്തിലുണ്ട്. സക്രാരിയുടെ മുൻപിൽ കെടാവിളക്കായിട്ട് മാറേണ്ടവർ ദിവ്യകാരുണ്യ സഭാംഗങ്ങളാണ് എന്ന ഒരു ബോധ്യം എനിക്കുണ്ട്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കേണ്ടതും വിശുദ്ധ കുർബാനയെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കേണ്ടതും ദിവ്യകാരുണ്യ സഭയിലെ വൈദികരും സന്യസ്തരുമാണ് എന്നൊരു ബോധ്യം ഈ നാളുകളിൽ കർത്താവ് എൻ്റെ ജീവിതത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വൈദികനായ ശേഷം ഏറ്റവും കൂടുതൽ വായിച്ചത് വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പുസ്തകങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ടുള്ളത്. കാരണം വിശുദ്ധ കുർബാനയെക്കുറിച്ച് അറിയുന്തോറും ദിവ്യകാരുണ്യം ഒരത്ഭുതമായിട്ട് മാറുകയായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, സഭാപിതാക്കന്മാരെക്കുറിച്ചൊക്കെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും അത്ഭുതമായിരുന്നു, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യത്തെക്കുറിച്ച്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോം പറയുന്ന വാക്കാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം എന്നെ സ്വാധീനിച്ചിട്ടുള്ളത്. വിശുദ്ധ കുർബാന യോഗ്യതയോടെ അർപ്പിക്കാനായിട്ട് എന്നെ പ്രചോദിപ്പിച്ചത്. അദ്ദേഹം പറയും, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്
അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് അത് കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ അതേ മൂല്യമാണ് എന്നാണ് അദ്ദേഹം പറയുക. എന്ന് പറഞ്ഞാൽ അതുവരെ എൻ്റെ മനസ്സിലുള്ള ഒരു ധാരണ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന ഒരു അനുസ്മരണമാണ്, കർത്താവിൻ്റെ കുരിശിൻ്റെ ബലിയുടെ ഒരു ഓർമ്മയാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, വിശുദ്ധ കുർബാനയുടെ മൂല്യം എന്ന് പറയുന്നത് അത് കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ അതേ മൂല്യമാണ്. അതിനുശേഷമാണ് വിശുദ്ധ കുർബാന ഒത്തിരി യോഗ്യതയോടെ സമീപിക്കണമെന്ന ഒരു അറിവ് എൻ്റെ ജീവിതത്തിൽ രൂപപ്പെട്ടത്. വിശുദ്ധ തോമസ് അക്വീനാസിനെ നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് വിശുദ്ധ ബലിയർപ്പണത്തിൻ്റെ ഇടയിൽ ഒരനുഭവം ഉണ്ടായി. അതിനുശേഷം അദ്ദേഹം താൻ എഴുതിയ ഗ്രന്ഥങ്ങൾ മുഴുവൻ അടച്ചു വെച്ചു, രചനകൾ നിർത്തി. അതിൻ്റെ അവസാനം അദ്ദേഹം കുറിച്ചത് ഭക്തിയ വണങ്ങിയിടുക, സാഷ്ടാംഗം വീണുന്ന. ഈ വിശുദ്ധൻ പറയുന്നുണ്ട്, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് കർത്താവിൻ്റെ കുരിശിൻ്റെ ബലിയുടെ തനി ആവർത്തനവും പുനരവതരണവും ആകുന്നതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ കാൽവരി യാഗത്തിൻ്റെ അതേ ഫലങ്ങൾ നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരനുഭവത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ചെറിയ ഒരു പാപങ്ങൾ സംഭവിച്ചാൽ പോലും ഞാൻ വിശുദ്ധ കുമ്പസാരം നടത്തിയിട്ടാണ് അൾത്താരയെ സമീപിച്ചത്. അതൊരു തീരുമാനമായിട്ട് ഞാൻ എടുത്തതാണ്. പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ അന്നു മുതൽ വിശുദ്ധിയോടെ മാത്രമേ ബലിപീഠത്തെ സമീപിക്കുകയുള്ളൂ എന്ന്. അതിനുവേണ്ടി കുമ്പസാരിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി ഇങ്ങനെ നടന്നതൊക്കെ ഓർക്കുന്നുണ്ട്. ഒരു ആശ്രമത്തിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു അച്ഛനുണ്ടാവില്ല, വീണ്ടും അടുത്ത ആശ്രമത്തിൽ പോകും. അങ്ങനെ കുമ്പസാരിച്ച് വിശുദ്ധിയോടെ ബലിപീഠത്തെ സമീപിച്ചതിൻ്റെ ഓർമ്മകളുണ്ട്. ഇങ്ങനെ ഒത്തിരിയേറെ വായനകളും പഠനങ്ങളും എന്നെ വിശുദ്ധ കുർബാനയോട് ഒത്തിരി അടുപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, എല്ലാവർക്കും ഇത് ലഭ്യമാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാവരും വിശുദ്ധ കുർബാനയെക്കുറിച്ച് അറിയണം, വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിക്കണം, അങ്ങനെ സജീവമായിട്ട് പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർക്കുകയാണ്, ഈ ആരാധനയുണ്ടായിരുന്നു, ദിവ്യകാരുണ്യ ആരാധന. കോഴിക്കോട് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസിനോട് ചേർന്നൊരു നിത്യാരാധന ചാപ്പലുണ്ട്. അപ്പോൾ അവിടെ ഒത്തിരി പേര് വന്നിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അവരിങ്ങനെ പല വിധത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലർ വെറുതെ ചെലവഴിക്കുന്നു, കുറേ പേര് ജപമാലകൾ ചൊല്ലുന്നു, കുറേ പേര് വചനം വായിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് ദിവ്യകാരുണ്യ ആരാധനയുടെ മുൻപിലിരുന്ന് ചൊല്ലാൻ സഹായിക്കുന്ന പ്രാർത്ഥനകളുടെ ഒരു ഗ്രന്ഥം രൂപപ്പെടുത്തിയത് ഓർക്കുകയാണ്. പരിഹാര പ്രാർത്ഥനകൾ, ദിവ്യകാരുണ്യ സ്പന്ദനങ്ങൾ എന്ന പേരിൽ. ആ പ്രാർത്ഥനാ ഗ്രന്ഥത്തിലുള്ളത് മുഴുവൻ ദിവ്യകാരുണ്യ ആരാധനയുടെ മുൻപിൽ ഇരുന്ന് നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാം, എങ്ങനെ പരിഹാരം ചെയ്ത് നമ്മുടെ സമയം ദിവ്യകാരുണ്യ ആരാധനയുടെ മുമ്പിൽ ചെലവഴിക്കാം എന്നുള്ളൊരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വിശുദ്ധ കുർബാനയെ എല്ലാവരും അറിയാൻ ആയിട്ട് ഞാൻ ഓർക്കുകയാണ്. ഒരു 2016 കാലഘട്ടങ്ങളിൽ ഏകദേശം 365 ദിവസം അന്നു വേണ്ടുന്ന ആഹാരം എന്ന പേരിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒരു ടോക്ക് കൊടുക്കാനായിട്ട് സാധിച്ചത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുകയാണ്. ആത്മീയ ജീവന്റെ അപ്പമായി, നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ, ദിവ്യകാരുണ്യ സ്വരൂപനായി. ആരാധിക്കാം, പാട്ടുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു തീരുമാനമെടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ, ഞാൻ ദിവ്യകാരുണ്യ ധ്യാനം നടത്താനായിട്ട് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ കോവിഡ് വരികയും പിന്നീട് ചെലവഴിച്ചത് രാംസ് ഗേറ്റിലുള്ള ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലാണ്. അവിടെ ജോർജ് പനക്കലച്ചനുണ്ടായിരുന്നു, ജോസഫ് എടാട്ടച്ചനുണ്ടായിരുന്നു, ആൻ്റണി പറങ്കിമാലിൽ അച്ഛനുണ്ടായിരുന്നു. അങ്ങനെ ഈ വൈദികരോടൊപ്പം ചെലവഴിച്ചപ്പോഴാണ് 40 ദിവസങ്ങൾക്കാണ് ധ്യാനം നടത്താൻ പോയത്. എന്നാൽ ഏകദേശം 180 ദിവസങ്ങൾ കഴിഞ്ഞാണ് എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ സമയങ്ങൾ മുഴുവൻ ഞാൻ ചെലവഴിച്ചത് ആ ധ്യാന കേന്ദ്രത്തിലാണ്.
അവിടെ ദിവ്യകാരുണ്യ ആരാധന 180 ദിവസങ്ങളും തുടർച്ചയായിട്ടുണ്ടായിരുന്നു. ഈശോയുടെ മുൻപിൽ ചെലവഴിക്കാനായിട്ട് ഒത്തിരിയേറെ നേരം ലഭിക്കുമായിരുന്നു. അങ്ങനെ ചെലവഴിക്കുന്ന സമയത്താണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഓൺലൈനായിട്ട് ധ്യാന ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഒത്തിരിയേറെ ലൈബ്രറി പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള. അവിടെ നിന്നാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വായന ആരംഭിക്കുന്നത്. ഇങ്ങനെ വായന ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ലഭിച്ച മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ് പരിശുദ്ധ അമ്മയും വിശുദ്ധ കുർബാനയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മ വിശുദ്ധ കുർബാനയോട് എത്ര ചേർന്ന് നിൽക്കുന്നു എന്ന് അവിടെ വെച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഏകദേശം 20ഓളം അത്ഭുതങ്ങൾ പരിശുദ്ധ അമ്മയുടെ പഠിക്കാനായിട്ടിടയായി. അപ്പോൾ ആ അത്ഭുതങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ പറയുന്നത് എന്താണ്? വിശുദ്ധ കുർബാനയെ നിങ്ങൾ സ്നേഹിക്കണം, വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി കുറഞ്ഞു എന്നൊക്കെയാണ് പരിശുദ്ധ അമ്മ എല്ലാവരെയും ഓർമ്മപ്പെടുത്തിയത്. അങ്ങനെ തുടർന്ന വായനയിലാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വിശുദ്ധ കുർബാനയും സഭയും എന്നൊരു ചാക്രിലേഖനമുണ്ട്. ഈ ചാക്രിലേഖനത്തിൻ്റെ അവസാന അധ്യായം പരിശുദ്ധ അമ്മയും വിശുദ്ധ കുർബാനയും എന്നതിനെക്കുറിച്ചാണ്. അതിൽ പറയുന്നുണ്ട്, നമ്മൾ ഓരോ വിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുമ്പോഴും പരിശുദ്ധ അമ്മയെ നമുക്ക് അമ്മയായിട്ട് ലഭിക്കുകയാണ്. കാരണമായിട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്: വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് എന്താണ്? കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ ഒരു ആവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഈശോ പരിശുദ്ധ അമ്മയെ നമുക്ക് അമ്മയായിട്ട് നൽകുന്ന സന്ദർഭം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വിശുദ്ധ ബലിയർപ്പണത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധ അമ്മയെ ഈശോ നമുക്ക് അമ്മയായിട്ട് തരുവാണ്. അപ്പോൾ ഭവനങ്ങളിലേക്ക് നമ്മൾ വിശുദ്ധ കുർബാന കഴിഞ്ഞ് മടങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹൃദയത്തിൽ ഈശോയും കൂടെ പരിശുദ്ധ അമ്മയുമായിട്ടാണ് നമ്മൾ ഭവനങ്ങളിലേക്ക് യാത്രയായിട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈ പഠനങ്ങളും വായനകളും വിശുദ്ധ കുർബാനയുടെ വലിയൊരു ലോകം എൻ്റെ മുൻപിൽ തുറന്നു. അപ്പോൾ എല്ലാവരും ഇതറിയണമെന്ന് വലിയൊരു പ്രചോദനം എനിക്ക് ഈശോ തന്നു. ഇതെല്ലാവരെയും പഠിപ്പിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, അങ്ങ് ഈശോ തന്ന വലിയൊരു പ്രചോദനം കൊണ്ട് ആരംഭിച്ചതാണ് ദ ബ്രെഡ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ. ഈ നമ്മുടെ വാട്സപ്പ് പോലെയൊക്കെയുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിലുള്ളത് ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പഠനങ്ങളാണ്, അനുഭവങ്ങളാണ്, പരിശുദ്ധ അമ്മയും വിശുദ്ധ കുർബാനയും തമ്മിലുള്ള ബന്ധങ്ങളാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതലുള്ള അറിവ് എനിക്കുണ്ടായത്. വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന ഒത്തിരി വിശുദ്ധരെക്കുറിച്ച് പഠിക്കാനായിട്ട് ഇടയായി. അതിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ ജെറാർഡ് മജല്ല എന്ന് പറയുന്ന വിശുദ്ധൻ. ഈ വിശുദ്ധൻ വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ സഭയിലെ അംഗമാണ്. വിശുദ്ധ ജെറാർഡ് മജല്ല അദ്ദേഹം ഒരു ദുരാരോപണം നിമിത്തം വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കി. നമുക്കറിയാലോ, പണ്ട് കാലത്ത് ഓരോ വൈദികരും സമൂഹ ബലിയർപ്പണമില്ല. അപ്പോൾ ഓരോരുത്തരാണ് കുർബാന അർപ്പിക്കണം, ഓരോ വ്യക്തികൾ. അപ്പോൾ ഇങ്ങനെ ബലിയർപ്പിക്കുമ്പോൾ ശുശ്രൂഷികളായിട്ട് വേണം. അപ്പോൾ ഇങ്ങനെ കുർബാന അർപ്പണവും സ്വീകരണവും വിലക്കിയിരുന്ന ജെറാർഡ് മെജല്ലയോട് ഒരു വൈദികൻ അർപ്പിക്കുന്ന ബലിയിൽ ശുശ്രൂഷകനാകാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ ജെറാർഡ് മജല്ല അതിന് തയ്യാറായില്ല. അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത്, ഈ വൈദികൻ ബലി അർപ്പിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ആ വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം കൊണ്ട് അത് തട്ടിപ്പറിച്ചെന്ന് വരും, ഈശോയോടുള്ള സ്നേഹം കൊണ്ട് എന്ന് പറഞ്ഞ വിശുദ്ധ ജെറാർഡ് മജല്ല ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ഒത്തിരിയേറെ വിശുദ്ധരെ ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെടാനായിട്ടിടയായി. ഈ അനുദിന ബലിയർപ്പണത്തെക്കുറിച്ച് പറയുന്നത് വിശുദ്ധ ജോൺ പുണ്യവാളനാണ്. ഒരിക്കൽ അദ്ദേഹം ഒത്തിരി ശുശ്രൂഷകളൊക്കെ കടന്ന് തളർന്നു വരുവാണ്. അന്ന് കുർബാന അർപ്പിച്ചിട്ടില്ല. അങ്ങനെ കുർബാന അർപ്പിക്കണോ വേണ്ടയോ എന്നുള്ള സംശയത്തിൽ അങ്ങനെ ആശ്രമത്തിലേക്ക് വരുവാണ്. ഇങ്ങനെ ആശ്രമത്തിലേക്ക് അദ്ദേഹം വരുമ്പോൾ വഴിയിൽ വെച്ച് ഈശോ അദ്ദേഹത്തിൻ്റെ മുൻപിൽ കുരിശൊക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ കുരിശിൽ മരിക്കാനായിട്ട് പോയപ്പോൾ നീ ഇപ്പോൾ അനുഭവിക്കുന്നതിലധികം വേദനയും സങ്കടവും ഭാരവും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ആശ്രമത്തിലേക്ക് മടങ്ങി അന്ന് വിശുദ്ധ ബലിയർപ്പിച്ചതായിട്ട് നമുക്ക് കാണാം. ഈ ലഭിച്ച ബോധ്യങ്ങൾ, ഇങ്ങനെ ഈ വിശുദ്ധരുടെ കാഴ്ചപ്പാടുകളൊക്കെ വിശുദ്ധ ഫൗസ്റ്റീനയൊക്കെ പറയാറുണ്ട്. ഞാൻ ഒരു കുർബാന കഴിഞ്ഞാൽ അടുത്ത കുർബാനയ്ക്കായിട്ടുള്ള എൻ്റെ ഒരുക്കമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വിശുദ്ധരൊക്കെ എന്താണ്, അനുദിന കുർബാനകളെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. അപ്പോൾ അനുദിന ബലിയർപ്പണങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെടാനായിട്ട്
അത് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇടയായത് ഇങ്ങനെ ഈ വിശുദ്ധരുടെ ജീവിത മാതൃകകളൊക്കെയാണ്. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്ന് പാടുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ വൈദികനായിട്ട് 12 വർഷക്കാലമായി. ഈ 12 വർഷത്തെ കാലയളവിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്. വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും ഈശോ കേട്ടിട്ടുണ്ട്, അതിന് ഉത്തരം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് ത്യാഗപൂർവമുള്ള കുർബാന അർപ്പണങ്ങളാണെങ്കിൽ കൂടുതൽ അനുഗ്രഹപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഒരു കുടുംബം ഒരു പ്രാർത്ഥനാ സഹായമായിട്ട് എന്നെ സമീപിച്ചു. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഞാനത് ഒരു 3 മണിക്ക് ബലിയർപ്പിച്ച് അതിരാവിലെ എഴുന്നേറ്റ് ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഓർക്കുകയാണ്. അത്ഭുതകരമായിട്ട് ഈശോ അത് സുഖപ്പെടുത്തിയ അനുഭവം ഞാൻ ഈ നിമിഷം ഓർക്കുകയാണ്. അപ്പോൾ ത്യാഗപൂർവമായിട്ടുള്ള കുർബാനകൾക്ക് കൂടുതൽ വിലയുണ്ട് എന്ന വലിയ സത്യവും, വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനകൾ കർത്താവ് കേൾക്കാതിരിക്കില്ല എന്നൊരു ഉറപ്പും ഒരു ബോധ്യവും എനിക്ക് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോഴുണ്ട്. ഞാൻ എൻ്റെ കുട്ടികളോട് പറയാറുണ്ട്, ഞാനിപ്പോൾ സെമിനാരിയിലാണ്, സെമിനാരിയിൽ ബ്രദേഴ്സുണ്ട്. അപ്പോൾ അവരോട് പറയും, ഈ വിഭജന ശുശ്രൂഷയുടെ സമയത്ത് ഗാനങ്ങളുണ്ടല്ലോ, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാവുന്നു, അത് കഴിഞ്ഞിട്ട് 2 സെഷനൂടെ ഉണ്ട്, നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണം. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങൾ അതും പാടണമെന്ന് പറയും. കാരണം അത് ഞാൻ വ്യക്തിപരമായിട്ട് എടുക്കുന്ന ഒരു ആനുകൂല്യമാണ് വിശുദ്ധ കുർബാനയിൽ. അവിടെയാണ് ഞാൻ എനിക്ക് സമർപ്പിക്കാനുള്ള എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഈശോയ്ക്ക് സമർപ്പിക്കുന്നത്. ആ ഒരു സമയത്താണ് ഇത്രയടുത്ത് ഈശോ നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഈശോയെ നോക്കി ഈശോയോട് സംസാരിക്കുന്ന ഒരു അനുഭവം. അതൊരു വൈദികന് മാത്രം ലഭിക്കുന്ന ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു അവകാശമായിട്ട് ഞാൻ കരുതുകയാണ്. ആ സമയത്താണ് ഞാൻ എൻ്റെ പ്രാർത്ഥനകളൊക്കെ ഈശോയോട് പറഞ്ഞു. അപ്പോൾ പിള്ളേരോട് പറയും, ഇത് 2 സെക്ഷൻ നിങ്ങൾ പാടണം എന്ന് പറയും. എന്നിട്ട് ഞാൻ ആ സമയത്ത് എൻ്റെ പ്രാർത്ഥനകളൊക്കെ സമർപ്പിക്കുന്നത് ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു കരുത്താണ്. അതുപോലെ ഈ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ കുർബാന ശേഷമുള്ള സമയം. നമുക്കറിയാം, ഈ ഒരു സമയത്തൊക്കെ നമ്മൾ അധികം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്, പക്ഷെ കുർബാനയ്ക്ക് ശേഷം അധിക സമയമൊന്നും നമ്മൾ പ്രാർത്ഥനയിൽ ചെലവഴിക്കാറില്ല. എന്നാൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാളൊക്കെ നമ്മൾ ഒത്തിരിയേറെ ആഘോഷിക്കുന്ന ആൾക്കാരാണ്. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ഒരു പ്രത്യേകതയായിരുന്നു, അമ്മ ത്രേസ്യ പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള സമയത്തായിരുന്നു ഈശോയോട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള സമയവും ഒത്തിരി വിശുദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കുർബാനയെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് ഈ ഒരു ലോകത്തുണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഈ നാളുകളിലൊക്കെ കുർബാനയെ സ്നേഹിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ആരാധനയുടെ മുൻപിലൊക്കെ ഒത്തിരി പേര് ചെലവഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ 5 മണിക്കൂറൊക്കെ ആരാധനയിൽ തുടർച്ചയായിട്ട് ഇരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, പ്രാർത്ഥനയിൽ. അങ്ങനെ വ്യക്തിപരമായ അനുഭവമുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ ഒരു കുർബാനയോടുള്ളൊരു സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വളരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അന്ന് നൽകിയ ഉത്തരം, എന്തുകൊണ്ടാണ് ദിവ്യകാരുണ്യ മിഷണറി സഭയിൽ ചേരുന്നത്, ഇത് വിശുദ്ധ കുർബാന ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്ന് അത് ഇനിയും ആവർത്തിച്ച് പറയാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് വിശുദ്ധ കുർബാന ഇഷ്ടമാണ്, വിശുദ്ധ കുർബാനയെ സ്നേഹമാണ്, പരിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാന നിമിഷം. വിശുദ്ധിയോടെ ബലിപീഠത്തെ സമീപിക്കണമെന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
വാഴ്ത്തിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു.